ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കോബ്ര എന്ന് പറയുന്ന കോബ്ര അല്ല, ഗോബ്ര. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് ഗോയും ബ്രായും. ഇത് ഗോപാലൻ, ഹായ്. ഞാൻ ബ്രാലൻ. ബ്രാലനാ? അതെന്ത് പേര്? ശരിക്കും പേര് ബാലൻ, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ബ്രാലൻ. വ്യത്യസ്തനാം ഒരു ബ്രാലൻ. ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിന്റെ സെക്യൂരിറ്റീസ് ആൻഡ് പിആർഎസ്. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. ഓ, പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ. എക്സാക്ട്ലി. പാണൻ ഓലക്കുടയും ചൂടും നടന്നു പറയും, ഞങ്ങൾ AC-ക്കാരിൽ കിടന്ന് പറന്ന് പറയും. അതിനുവേണ്ടി മാത്രമാണ് 90 ലക്ഷം രൂപ വിലയുള്ള ഈ കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. റോഡ് ടാക്സും ഇൻഷുറൻസും വേറെ. നിങ്ങൾക്ക് ഇത്ര വലിയ AC-കാറാണെങ്കിൽ കോബ്രകൾ എന്തായിരിക്കും? ഏയ്, കോബ്രകൾ AC-ക്കാർ യാത്ര ചെയ്യാറില്ല. ഛർദിക്കും. എളിമ കൊണ്ടാ, ഓടുകഥ എളിമ കൊണ്ട്. എന്തൊരു കഥാപ്രസംഗോ സിമ്പിൾ അടിച്ച് കളിക്കാനായിട്ട്. പെട്ടെന്നുള്ള ഒരു ആവേശത്തില് അങ്ങനെ ഇപ്പൊ ആവേശിക്കണ്ട കേട്ടാ. ദൈവമേ, എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോബ്രമൻ കഥ പറയേ. പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്, പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ? എന്റെ വയറ്റിൽ നിന്ന് ഇടക്കിടക്ക് കൂർക്കാൻ വലിക്കണ പോലത്തെ ഒരു സ്വരം പുറത്തേക്ക് വരും. അയ്യേ, അത് ഗ്യാസ്. അതിന് കിടക്കുന്നതിന് സംസാരം. സാറ് പറ സാറേ. ഓക്കെ അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ഹലോ, ഇവിടെ ഇങ്ങോട്ട് നോക്കണം. കഥാപ്രസംഗത്തിൽ അങ്ങോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്ന് അർത്ഥം അല്ലേ? താങ്ക് യു. ഇതാണ് നയന മനോഹരമായ ദില്ലി പട്ടണം. ഇവിടെയാണ് കോബ്രകളുടെ മുഖം നാം ആദ്യമായിട്ട് കാണുന്നത്. കോബ്രകൾ കോള്ള സ്ഥലത്തല്ലേ താമസിക്കുള്ളൂ. അതിന് ഡൽഹിയിലെവിടെയാണ് കോ? ഡൽഹിയിൽ കോയിൽ നിന്ന് ആര് പറഞ്ഞു? ഡൽഹിക്കുമുണ്ട് കോ. അതാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന പ്രകൃതി രമണീയത തലം കെട്ടി കിടക്കുന്ന കൊണാട്ട് പ്ലേസ്. അത് കൊണാട്ട് പ്ലേസ് അല്ല, കൊണാട്ട് പ്ലേസാ. എടാ ബുജി, ഈ കൊനാറ്റിലെ കായുടെ മുന്നിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന സാധനത്തിന് കുറച്ച് നീളം കൂടി പോയെന്നല്ലേ ഉള്ളൂ. നീ അങ്ങ് ക്ഷമിച്ചേളാ. നീ പറ. അതെ, കോണാട്ട് പ്ലേസ്. അങ്ങനെയുള്ള കോണാട്ട് പ്ലേസിലേക്ക് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരൂ, നമുക്കൊരു സവാരി പോവാം. വരൂ. അയ്യോ, ഞാൻ മണില്ല, എനിക്ക് സ്കൂളിൽ പോണം. മുട്ടയെന്ന് വിരിഞ്ഞില്ല. നീ കണ്ടിന്യൂ. കോണാട്ട് പ്ലേസ്. അന്നവർ കോണാട്ട് ബ്രദേഴ്സ് ആയിരുന്നു. നഗരത്തിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവുന്ന കോണാട്ട് ബ്രദേഴ്സ്. കോബ്ര. ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസനല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ. എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടപ്പൊരി ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിരത്തി ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമ്മാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കന്മാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ ബക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്ന് അറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1 ലക്ഷം ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേയിങ് തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്ന് അടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ
നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിക്കൂ. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിക്കൂ. അവൻ താഴേക്ക് നോക്കി. കമലാസനല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപളാത്തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിൽ സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാമെന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. ആ സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തിലാ. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുന്നിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ. എന്റെ അമ്മു, കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനം മുതലാളി, ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ, മുതലാളിക്ക് ഒരു കസേര വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ? അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ. കണ്ട് പഠിക്ക്. മുതലാളി, എസ് പി സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും, ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ഒരുത്തന് ഉറുമ്പിന്റെ പഠിക്കാൻ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? കുഴഞ്ഞല്ലോ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂവാണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ അപ്പന് റായ് ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്തുന്ന ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ, ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെഴുതുന്നത് നിന്റെ അമ്മൂപ്പന്റെ കറുത്ത ഇവിടെ വെളുത്ത. അതേ കരിസാറേ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ഇത് ലോകത്ത് അവസാനത്തെ പെണ്ണൊന്നുമല്ലല്ലോ. സംഭവം ശരിയാ. സാർ സ്വല്പം കരിഞ്ഞു പോയി, വെള്ളം അടിച്ച് കുറച്ച് ഓഞ്ഞും പോയി എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കൂതർ പെണ്ണ സാർ കിട്ടാതിരിക്കോ? കൊന്നുകളയും പന്നി. എനിക്ക് കളറില്ലെന്നും ഗ്ലാമറില്ലെന്നൊക്കെ ഞാൻ പറയും. അത് കേട്ട് ഇങ്ങോട്ട് തമ്മണ്ടല്ലോ, കുത്തി കുടലെടുക്കും ഞാൻ. കണ്ടി. ഓ, തിരുപ്പതിയായി. ഞാൻ നിർത്തിയേ. ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ, ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച? ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മോത്തുനിന്ന് ചോര എങ്ങനെ നിന്റെ മോത്ത് ചൊറയുണ്ടായിരുന്നു? അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു.
എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിട്ടി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കണത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണ ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കാണ്. എടാ എടാ ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടിപ്പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തൊടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടിച്ചിരിക്കും. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരന് പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഒരു ലക്ഷം ബ്രഹ്മ തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ, കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ, യെസ്. പുരുഷൻ, യെസ്. ജീവിച്ചിരിപ്പുണ്ട്, ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണ നാൾ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. കറക്റ്റ്. നികൃഷ്ടൻ തന്നെ. എന്താ എന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ? പറയാം, നമ്മളും കേറ്. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? ആലിക്കോയായിട്ട് ചേർന്ന് 7 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാർ ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലഹാസന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്. 1000 rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ബെന്യാമിൻ ചപ്ലയറാണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവും. ബിനാമി എന്ന് വെച്ചാൽ പകരക്കാരൻ മുതലാളി എന്നാ. ആ, ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരുടെ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല, സുഖത്തറിയത് അടിയും പച്ചവെള്ളമായിരുന്നു എന്റെ ശമ്പളം. പച്ചവെള്ളം എന്തിനാണെന്ന് അറിയോ? അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാ കഴുവാൻ. നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 ലക്ഷം രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. നീ സമാധാനമായിട്ടിരിക്കും. നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമവും മാറും. ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ ഇറങ്ങും. അവളുമാരെന്ന് വെച്ച കണ്ണിക്കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ദിവളുമാരി. കാണൂ, കണ്ണു തള്ളു. ആരായത്? ആരേത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരായത്? ആനിയും ഷേർലിയും. ആനിയും ഷേർലിയും? ആരാത്? ആരാത്? ആരാടത്? ആരാത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആനിയും ഷേർലി. അത് ആരാന്നോടാ ചോദിച്ചത്? ജോൺ സാമൂട്ട് സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ. ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിക്കുന്ന ജോൺ സാമുവൽ സാറിന്റെ 2 പെൺമക്കൾ. എങ്ങനെയുണ്ട്? മുതലല്ലേ?
അതിന് നിങ്ങളല്ലോ കച്ചവടം, വീടല്ലേ? കച്ചവടം വീടാണ്. പക്ഷെ ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച കാരണവര് ആ പാവം പിടിച്ച വീട് വെക്കുന്നത്. ആ വീട് വിറ്റിട്ട് വേണം ആ പാവം പിടിച്ച കാരണവർക്ക് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതിനുശേഷം ഈ പാവം പിടിച്ച കുട്ടികളെ കെട്ടിച്ചയക്കാനും. എന്നാ പിന്നെ ആ പാവം പിടിച്ച കാരണവര് വീട് വാങ്ങി ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ പാവം പിടിച്ച കാരണവരുടെ ഈ പാവം പിടിച്ച പിള്ളേരെ അതിനേക്കാൾ പാവം പിടിച്ച നിങ്ങൾക്ക് കെട്ടിക്കൂടെ? ഇതിപ്പോ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ പഠിപ്പ്, കാണാനും ഏകദേശം ഒരുപോലെ. ഒരു വിധത്തിൽ പറഞ്ഞ ദൈവം കൊണ്ട് എത്തിച്ചതല്ലേ ഇവിടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ. അതോടെ പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ കടിയും തീരും. എന്തേ? പക്ഷെ അതിന് ഏതിന്? ഇതിലേതിനെ വേണമെങ്കിൽ സാർ എടുത്തോ, തർക്കമില്ലല്ലോ. രണ്ട് ബെസ്റ്റ് അല്ലേ? അതല്ല, അങ്ങോട്ട് സമ്മതിക്കണ്ടേ? അങ്ങൊരു സമ്മതിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ അവരും നിങ്ങളെ പോലെ തന്നെ. വെള്ളമടിക്കോ? അതല്ല, അവർക്കും കല്യാണമൊന്നും ശരിയാവുന്നില്ല. അമ്മക്ക് ഭ്രാന്തായിരുന്നെന്നും തൂങ്ങിച്ചത്താണെന്നൊക്കെ പറഞ്ഞ് poor girls, sorrowing father. അതും പോരാഞ്ഞ് അതുങ്ങളെ പൊക്കാൻ നടക്കുന്ന രണ്ട് ഗജപോക്കറികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണം അങ്ങേര്. അങ്ങേരെ കാര്യം പോട്ടെ, ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? ഇഷ്ടമാകാതെ എവിടെ പോകാൻ? സാറിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഈ സാറിന്റെ കാര്യോ ഒരു കുറവില്ല. നല്ല കറുത്തതാടി, കറുത്ത മീശ, കറുത്ത മുഖം. നിനക്ക് എന്തിന്റെ കേട? ഇതിന് സംശയിക്കാനൊന്നുമില്ല. പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാപാലികൻ പറഞ്ഞില്ലേ, അയാള് തന്നെ. വെറുതെ അനാവശ്യം പറയരുത്. കൊച്ചി നാളിറക്കുമെന്ന് താൻ പറഞ്ഞില്ലേ, കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ഇവൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ എന്തുവാ പ്രശ്നം? ഗോവിന്ദേട്ടാ, പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? കേട്ടില്ലേ? ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്. അത് കൊലയുടെ കാര്യം പറഞ്ഞ കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്? എന്താ എസ് ഐ കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. താൻ ആജീവനാന്തം വഴി എണ്ണും. 1 2 3 4. Going down a tree. We can go to the market, we can relax, we can go to the beach. Well, the beach is really much better than the Hey, Mr. and Mrs. Housing board. Housing board. What are you saying? Yeah. Sorry, we don't understand. Food and accommodation in the water. Do you want some tea or something? Onan rebate 20% discount. You interest? Anjapano, how are you? I am fine. നിനക്ക് ചുങ്കത്തറക്കാരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം. എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോർഡിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചോളൂ. ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം. എന്താ അനിയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറേറ്റ് ഇവന്റെ നേരെ വെക്കിട്ട് കയറിയിട്ടുണ്ട് കാര്യം. ഇവിടെ ഒരു മിനിറ്റ്, ഇവനോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ. ഇവന്റെ ബലത്തിൽ നിന്ന് കുറയ്ക്കുന്നതാ. നീക്ക് ആരാണെന്നാണോ വിചാരം? ഇവർ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കലക്കിയ കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്. What's going on? He's crazy. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. എന്താടാ വേണം. പക്ഷെ ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ? പരാതി ഞാൻ തരാം സാറേ. താനാണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? യെസ്, ഐ ആം ദി മാനേജർ ഓഫ് ദി ചുങ്കത്തറ ഗസ്റ്റ് ഹൗസ്. ഈ ക്ലോസ് ആയ പവിത്രൻ മൈ ക്ലോസ് ഫ്രണ്ട് ആണ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ബൈ ഷോപ്പ് ഓഫ് മീറ്റ് യു ഫോണിംഗ് യു. നിർത്തടാ നിന്റെ പൊട്ട ഇംഗ്ലീഷ്. പവിത്രൻ മരിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? അയാളെ കണ്ടോ?
എന്നെ തന്നെ. ആ നിൽക്കുന്ന ആൾ പവിത്രനെ കൊല്ലുമെന്നും ശവം പോലും പുറത്ത് കാണിക്കില്ലെന്ന് പറഞ്ഞു സാർ. എന്നെ താനാ ഡോഗ് സ്ക്വാഡിനെ എന്ന് വിളിക്കുക. ശരി സാർ. ആ പോലീസ് പട്ടിക്ക് ബിസ്ക്കറ്റ് വല്ലതും വേണമെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ വാങ്ങിത്തരാം സാർ. നമസ്കാരം സാർ. പവിത്രനെ കൊല്ലുന്ന താൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിറയേട്ടവനാണ് സാർ ഞാൻ. സാറിന് കാര്യം പിടിയിട്ട് താൻ വാക്ക് പാലിക്കുന്നതിനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. അവസാനമായി അയാളെ എവിടെ കണ്ടത്? പാലച്ചോട്ടിൽ. അവിടെ എവിടെയാ പാല? പാലയല്ല സാർ, പാലം അണ്ടർ ദി ബ്രിഡ്ജ്. നടക്ക മാറണോ? അല്ല സർ, എന്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല സർ. അച്ഛൻ ആരും ഉപദ്രവിക്കില്ല. കൊച്ചിന് ആളെ കൊണ്ടാണല്ലോ ഉപദ്രവിച്ചത്. ഒരു വീട് ഒഴുകി വരുന്നേ. സാർ ഇനി ആരെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും വീട് മോട്ടിച്ചിട്ട് വരായിരിക്കോ? ആ അത് ഇയാളുടെ പണിയായിരിക്കുള്ളൂ. സാർ ഇതാണ് പവിത്രൻ. ഇവൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ കള്ളക്കേസ് കൊടുക്കുമല്ലടാ. ആശ്വസിക്കാൻ വരട്ടെ. അയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോന്ന് അയാൾ വന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അല്ലേ സാറേ? സാറേ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡിങ് മീ. അടിസ്ഥലത്ത് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നെ കൂടി രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ സാറിന്റെ തടി കൂടുതൽ കേടായനെ. അങ്ങനെ ഒരു നെറുകേട് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടിയത്. സാറിന്റെ ബലത്തിൽ അനുജപ്പനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ചുങ്കത്തറക്കാരാണ് ആളെ വിട്ടിയെന്ന് ഉറപ്പാ. നമ്മളെ കൊന്നുകളയാനാ അവര് പരിപാടി. ഞാൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോവാ. ഇനി നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ജീവനും കൂടെ അപകടത്തിലാവും. നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നിനക്ക് ഞാൻ കാശ് മുടക്കി ഒരു വിസ സംഘടിപ്പിച്ചു തരാം. നീ പേർഷ്യയിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. ആദ്യം എനിക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലെന്നേ. ആ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാം എക്സ്പയർ ആയി. കളഞ്ഞുപോയി. അന്വേഷിക്കാന്നേ. പള്ളി ഉറക്കം കഴിഞ്ഞു. ഇനി പള്ളി സംസാരമാവാം. നിങ്ങളെന്താ ഇവിടെ? ഇതെന്താ എന്നെ കട്ടിൽ കുരിശ് തട്ടിട്ടേക്കണത്? നിന്റെ പേർഷ്യ പോക്കിനെ പറ്റി സംസാരിക്കാൻ വന്നതാ. എന്താ സാർ ഇത്? പാതിരാ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ചിട്ട് അത് ഈ കളനെയും കൂട്ടി. എന്റെ കമല, പാതിരാക്ക് ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ശല്യപ്പെടുത്താതെ നിശബ്ദ സേവനം നടത്തുന്നവരാ ഞങ്ങൾ കള്ളന്മാർ. ഇത് സാറിന്റെ പണിയാ. അന്ന് അജയം മരിച്ച ഒരാഴ്ച കഴിഞ്ഞല്ലേ കമലം പേർഷ്യക്ക് പോയത്? അപ്പോഴാണല്ലോ എന്റെ വിസ വന്നത്. എന്താ സാർ ഇതൊക്കെ ഇപ്പൊ ചോദിക്കാൻ കാരണം? അല്ല, പാസ്പോർട്ട് ഇല്ലാതെ കമലം പേർഷ്യക്ക് പോയത് എങ്ങനെയാന്നാ? അത് ഇന്നലെ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക്. നീ ഇന്നേ വരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പേർഷ്യക്കും പോയിട്ടില്ല. എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പേർഷ്യയിൽ പോകാതെ നിന്റെ കയ്യിൽ എങ്ങനെയാ ഒറ്റയടിക്ക് 1.5 ലക്ഷം രൂപ വരുന്നത്? മരിക്കുന്ന സമയത്ത് അജയന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ. നീ അജയനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ കാശ് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെന്റെ കാശാ. സത്യം പറ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അജയൻ കൊലക്കേസ് തെളിയിച്ചാൽ കരിക്കൻ ജോർജിന് പ്രൊമോഷൻ ഉറപ്പാ. അതിനുവേണ്ടി ഇയാൾ എത്ര കരിക്ക് ഉപയോഗിക്കാനും മടിക്കില്ല. കരിക്കിനിടി കൊണ്ട് സത്യം പറഞ്ഞില്ല എങ്കിൽ അയാളുടെ ഒരു ഈർക്കിൽ പ്രയോഗമുണ്ട്. അയ്യോ, ഓർക്കാൻ വയ്യ. 3 മാസം എടുത്ത് എന്റെ പല കാര്യങ്ങളും ശരിയാകാൻ. സത്യം പറയുന്നോ അതോ പോലീസിനെ വിളിക്കണോ? വേണ്ട സാർ, ഞാൻ എല്ലാം പറയാം. അജയൻ കൊല്ലപ്പെട്ട രാത്രിയിൽ അവൻ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് കടം വാങ്ങാനായിട്ടാ ഞാൻ ചെന്നത്. കാവ് വഴിയാ പഞ്ചായത്ത് കടവിലേക്ക് വന്നത്.
ഇന്ന് രാവിലെയാണ് അജയൻ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. ആ കാശ് സ്വന്തമാക്കാനാ ഞാനൊന്നും ആരോട് പറയാതിരുന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ കാശ് ചെലവാക്കാനാ പേർഷ്യയെ പോണെന്നും പറഞ്ഞ് കുറച്ചു കാലം ബോംബെ പോയിട്ട് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും? കഴിയും സാർ.